ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നെക്സ്റ്റ് പ്ലാൻ എന്താണ്, അവരുടെ ഈ ഒരു ബന്ധത്തിൽ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതിപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ലവേഴ്സ് കാർഡാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പേജ് ഓഫ് വാൺസിൻ്റെ എനർജി, കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് ഷോർട്സ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, 8 ഓഫ് ഷോർട്സ് വന്നിട്ടുണ്ട്. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റാരും ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് അവർ ചിന്തിക്കുന്നത്. അത്രയും സോൾ കണക്ഷനാണ് അവർക്ക് നിങ്ങളടുത്ത് തോന്നുന്നത് ഈ വ്യക്തിക്ക്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ സാഹചര്യത്താൽ ഇപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആൾ നിങ്ങളെ കാണുന്നത് പോലെ ഒരു ഫാമിലി ആയിട്ടാണ്, നിങ്ങളെ ഒരു ഹസ്ബൻഡായിട്ടാണ്, ഒരു വൈഫായിട്ടാണ് ആൾ നിങ്ങളെ കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് ആളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്ക് നിങ്ങളെ വേണം. ആൾക്ക് അത്രയും ഒരു വിശ്വാസമാണ് നിങ്ങളെന്ന് പറയുന്ന ആളുടെ. കാരണം ആൾക്ക് എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും ഇടയ്ക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്നും ഈ വ്യക്തിയെടുത്ത് ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന വ്യക്തിയായിരിക്കാം. കാരണം ഉപദേശിക്കും, നിങ്ങളെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് പറ്റില്ല. എത്രയായാലും നിങ്ങൾ വേണം, അങ്ങനെ ഒരു മനസ്സാണ് ആൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആൾക്ക് ആളുടെ സിറ്റുവേഷൻ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ 2 സാഹചര്യം, 2 വ്യക്തികളെയും നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് ഒരു ചില സാഹചര്യത്തിൽ അതൊരു സിറ്റുവേഷൻ ആവാം, പക്ഷെ നിങ്ങളെ വേണം മാത്രം ഒരു സൈഡ് ആൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതൊരു വ്യക്തിയാകാം, ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേറൊരു കണക്ഷനും കൂടി ഉണ്ടാകാം. അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫാമിലി ആകാം, അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷനും ആകാം കേട്ടോ. അപ്പോൾ എന്തും ആവാം, പക്ഷെ അതിനെ ഒഴിവാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. എന്നോട്ട് നിങ്ങളെ ഒഴിവാക്കാനും ഈ വ്യക്തിക്ക് സാധിക്കില്ല. കാരണം നിങ്ങളെ ആ വ്യക്തിയുടെ ഒരു അത്രയും സോൾ കണക്ഷൻ തോന്നുന്നുണ്ട് ആൾക്ക് നിങ്ങളെടുത്ത്. ഭയങ്കര ഫീലാണ്. നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയുടെ എല്ലാമാണ്. ഇത് ഇവിടെ കണ്ടോ, ഒരു ഫാമിലി പോലെയാണ്, ഒരു ഹസ്ബൻഡായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്, ഒരു വൈഫിനെ പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്ന ബന്ധം ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ള ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ഒരു ഫാമിലി അടങ്ങുന്ന ഒരു ബന്ധമായിരിക്കാം. ചില സാഹചര്യത്തിൽ ഇതൊരു ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കപ്പെട്ടൊരു ബന്ധമായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഹസ്ബൻഡായിട്ട് വൈഫായിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ ഇതിലൊരു മൂന്നാമതൊരു വ്യക്തി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അതൊരു ഫാമിലി, പറഞ്ഞ പോലെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ അവരെ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെയും ഈ വ്യക്തി ഒരു ഭാഗത്ത് സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടോ അറിയാത്ത രീതിയിൽ നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തീർത്തും നിങ്ങളെ ശരിക്കും ഈ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങളടുത്ത് പ്രകടിപ്പിക്കാനോ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി ശരിക്കും ഇത് ഒരു ട്രാപ്പിനകത്ത് ആകുന്നുണ്ട്. എന്ന് വെച്ചാൽ കാരണം ഈ 2 വശവും ഈ വ്യക്തിക്ക് ഒരുപോലെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അതും നോക്കണം, നിങ്ങളെയും നോക്കണം. അപ്പം നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല, മറ്റൊരു വ്യക്തിയെ ഈ വ്യക്തിക്ക് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. അതൊരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വ്യക്തിയായിരിക്കും കേട്ടോ. അതാണ് കാണുന്നത്. ഇനി കൂടുതലായിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ടെൻ ഓഫ് ഷോർട്സ് ആണ്. ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം ഈ ഒരു വ്യക്തിക്കിപ്പോൾ മുന്നോട്ട് ചലിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഈ വ്യക്തിയെ ശരിക്കും ട്രാപ്പിനകത്ത് പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവരുടെ ആ ഒരു കുത്തുവാക്കുകളും ആ ഒരു കാരണം ഈ തേർഡ് പാർട്ടി ചില സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കും കേട്ടോ.
അപ്പോൾ എങ്ങനെയായാലും അവരുടെ വലയത്തിൽ നിന്ന് ഈ വ്യക്തിക്ക് പുറത്തോട്ട് കിടക്കാനോ നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളെ ഈ വ്യക്തി ഒഴിവാക്കി പോയ വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചില സാഹചര്യത്തിൽ ആളും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് മാറി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുമായിട്ട് ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റ്, നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ശരി, ആ വ്യക്തി ഇപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് നിൽക്കാത്ത ഒരു സാഹചര്യം പോലെ കാണുന്നുണ്ട്. പക്ഷേ മനസ്സെപ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് ആ വ്യക്തിയുടെ എന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, നിങ്ങളെ ആ വ്യക്തിക്ക് അത്രയ്ക്കും ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളടുത്ത്. ഭയങ്കര എന്താ പറയുക, സ്നേഹമായാലും ഒരു പ്രതീക്ഷ നിങ്ങളിലാണ് ആ വ്യക്തി കാണുന്നത്. ശരിക്കും എല്ലാം നേരെയാകാനാണ് ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആൾ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ്. കാരണം ഇത് നിങ്ങൾ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല, നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കുന്നില്ല. ഇവിടെ കണ്ടു 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ അതിനു വേണ്ടി ഉള്ള ഇതിലാണ്. കാരണം ഒരു തരത്തിലും ആ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തടസ്സവും ഇല്ലാണ്ട് ആൾക്ക് നിങ്ങളെ സ്വന്തമാക്കണം, ആ ഒരു ചിന്തയിലാണ്. ചിലപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുടെ ഒരു കോൾ നിങ്ങളിലേക്ക് വരാം, മെസ്സേജോ കോളൊക്കെ വരാം. തീർച്ചയായിട്ടും നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനാണ് ആൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത്. 4 ഓഫ് വാൺസ്. അപ്പോൾ ഈ വ്യക്തി റീയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റീകൺസിലേഷൻ, ഒരു മാരേജൊക്കെ നിങ്ങളുമായിട്ട് തന്നെ വേണമെന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. കാരണം ഇവിടെ പക്ഷെ പലപ്പോഴും അതിന് വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ആ വ്യക്തി ഇപ്പോൾ ശ്രമിച്ച ഒരു പുതിയൊരു തുടക്കം ആൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ജഡ്ജ്മെൻ്റാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആൾക്ക് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കുറേ ആൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കാര്യത്തിലൊക്കെ നിങ്ങളായിരുന്നു ശരി, അല്ലെങ്കിൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യക്തിക്ക് വേണ്ട ആ ഒരു സ്നേഹവും സന്തോഷവും ആ ഒരു എല്ലാം കിട്ടുന്നത് നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ്. അത് ഈ ഒരു സമയത്ത് ഒരുപാട് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആളിപ്പോൾ തന്ത്രപരമായിട്ട് ആ മറ്റേ ഇടത്തിൽ നിന്നും, അതിപ്പോൾ ഫാമിലി ആകാം, അതിൽ നിന്നൊക്കെ ആൾ തന്ത്രപരമായിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ആൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. കാരണം അപ്പോഴും ആൾക്ക് ആ ഒരു തേർഡ് പാർട്ടി കണക്ഷനെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളെ ഒട്ടും നഷ്ടപ്പെടുത്താനും പറ്റില്ല, തേർഡ് പാർട്ടി ഒട്ടും ഒഴിവാക്കാനും സാധിക്കാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. എംബ്രറാണ്. ഭയങ്കരമായിട്ട് നിങ്ങളെ ഈ ഒരു സമയം ചില സാഹചര്യത്തിൽ ഈ വ്യക്തിയെടുത്ത് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്ക് ദേഷ്യം വരും. ഭയങ്കര വാശി കാണിക്കുന്ന വ്യക്തിയാണ്. ചില സാഹചര്യത്തിൽ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടാവുക, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സംശയം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അതിനൊന്നും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒന്നും പറയുന്നുണ്ടാവില്ല. ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഒരു തേർഡ് പാർട്ടി കണക്ഷന് ശരിക്കും ആ ഉത്തരവാദിത്വം മൊത്തം ഉള്ളത് ഈ വ്യക്തിയുടെ തലയിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അവരില്ലാതെ നിങ്ങളിലേക്ക് വരാനോ അവരില്ലാതെ മുന്നോട്ട് പോകാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥ. എന്നിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനോ നിങ്ങളെ നഷ്ടപ്പെടുത്താനോ ആൾക്ക് പറ്റുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിലാണുള്ളത്. ഡെവിളാണ്. ഇവിടെ കുറച്ച് പേർക്ക് ഒരു ബ്ലാക്ക് മാജിക്കൽ തേർഡ് പാർട്ടി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. തീർത്തും നിങ്ങളെ മറന്ന് കളയാനായിട്ട്, തീർത്തും നിങ്ങളിലേക്ക് വരാത്ത രീതിയിൽ ആക്കി വെച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് 10% പേർക്കാണ് കാണുന്നത്. 3 കപ്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പേരുടെ ഒന്നിൽ കൂടുതൽ പേര് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. എംപ്രസ്. അപ്പോൾ നിങ്ങളാണ് അവരുടെ ആ ഒരു എല്ലാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു എല്ലാം ആ വ്യക്തിക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഒരിടത്തുനിന്നും കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന തേർഡ് പാർട്ടിയിൽ നിന്നൊരു സ്വസ്ഥത സമാധാനം ആൾക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ 10 ഓഫ് ഷോട്ട്സ്. ആളെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അയാളെ ആ വ്യക്തിയെ ശരിക്കും ഇതാക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടി. പക്ഷെ അതിൽ നിന്ന് അവർക്ക് അതിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളിലേക്ക് നിൽക്കാനും പറ്റുന്നില്ല ആ ഒരു സാഹചര്യം. പക്ഷേ ആൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്തൊക്കെ ഇല്ലെങ്കിലും ശരി ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ അതുപോലെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാരൻസ് എങ്ങനെയാണോ കുട്ടികളെ നോക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെ നോക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആ വ്യക്തിയെ, അപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഫീലുണ്ട്. നിങ്ങളെ ഒരു എല്ലാമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഒരു ഇടയ്ക്ക് അവർക്ക് ഒരു പാരൻസിനെ പോലെ ഫീൽ ചെയ്യും, ഇടയ്ക്ക് നിങ്ങളെ ഒരു ലവർ, എല്ലാം കൊണ്ട് അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല. നിങ്ങൾ കൊടുത്തൊരു സ്നേഹം മറ്റാരിൽ നിന്നും ആ വ്യക്തിക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആ വ്യക്തിക്ക് തന്നെ അറിയാം. അത് ഇനി ലഭിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം ആൾക്കറിയാം.
അപ്പോൾ എല്ലാവരോടും മത്സരിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ വ്യക്തിക്ക് എന്നാണ് കാണുന്നത് കേട്ടോ. ചാരിയറ്റാണ്. തീർച്ചയായിട്ടും എന്തൊക്കെ പ്രതിസന്ധികളെ മറികടന്ന ആൾ നിങ്ങളിലേക്ക് വരും. പക്ഷേ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന കണക്ഷനെ ഉപേക്ഷിക്കുന്നില്ല കേട്ടോ. കാരണം ഉപേക്ഷിക്കാൻ പറ്റില്ല ആൾക്ക്. പക്ഷേ എന്ന് വെച്ച് ആൾക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, നിങ്ങളിലേക്ക് വരാതിരിക്കാനും ഈ വ്യക്തിക്ക് പറ്റില്ല. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. ഇതല്ലേ 8 ഓഫ് ഷോർട്സ് ആണ്. ആൾ പെട്ടുപോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്ക് നിങ്ങളില്ലാണ്ട് ആൾക്ക് ജീവിക്കാനും സാധിക്കുന്നില്ല, എന്നിട്ട് തേർഡ് പാർട്ടി ഉപേക്ഷിക്കാനും ആൾക്ക് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തിക്ക്. 5 ഓഫ് വാൺസ് ആണ്. എല്ലാവരോടും മത്സരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ആൾക്ക്. എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ആൾക്ക് ഈ സമയത്ത്. പക്ഷേ ശരിക്കും ആൾ നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം എന്താ പറഞ്ഞാൽ ആൾക്ക് വേറെ വഴിയില്ല. ഇപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടതാണ് ആളുടെ ആ ഒരിത്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും പറ്റാത്തൊരു സ്ഥിതിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ ഏതറ്റം വരെ വേണമെങ്കിലും പോകും ആ ഒരു ഇതിന് വേണ്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ആൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ആ വ്യക്തിയുള്ളത്. ലെറ്റർ കെ ആണ് വന്നിരിക്കുന്നത്. മാർച്ച് മാസം, ജൂൺ മാസം, ഒക്ടോബർ. ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്. ഉത്രട്ടാതി, തിരുവനന്തപുരം, ഭരണി നക്ഷത്രം. മിറാക്കിൾ സംഭവിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ലെറ്റർ യു ആണ് വന്നിരിക്കുന്നത്. പുണർത്തം നക്ഷത്രം. ലെറ്റർ ഇ ആണ്. ഡിസംബർ മാസം, മലപ്പുറം. എം, തിരുവാതിര 27. ഡബ്ല്യു, തൃക്കേട്ട, ഓഗസ്റ്റ് മാസം. ലെറ്റർ ഐ വന്നിട്ടുണ്ട്. ബ്ലൂ കളർ. പത്തനംതിട്ട. ആർട്ടിസ്റ്റ് ആയിരിക്കാം. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. എസ് ആണ്. ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. ഉത്രാടം. ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. 11 നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം. 12, 14, 45, 42 ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. എന്നാൽ ക്ലൂസിൽ വന്നതൊന്നും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്